ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിൻ്റെ ഇനി അടുത്ത ആഴ്ചത്തെ ഫുൾ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ ചിപ്പിയും അതുപോലെ തന്നെ ആദിയും കൂടി ചേർന്നിട്ട് കുഞ്ഞു അവനെ ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ടാട്ടോ നോക്കുന്നത്. അപ്പോൾ ആദിയുടെ അടുത്ത് ചിപ്പിനെ ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ ഇഷിത. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരുമാണ് എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞാവ വരുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്, മക്കളെ ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയുമ്പോഴേക്കും അത് കേട്ട് ചിപ്പി പറയുന്നുണ്ട്, എന്തിനാ അമ്മേ ഞങ്ങളോട് നന്ദി പറയണത്? ഞങ്ങളുടെ കുഞ്ഞാവല്ലേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയല്ലേ, അമ്മക്കും കുഞ്ഞാവക്കും ഒരാപത്തും വരാതെ നോക്കണ്ടേ ഞങ്ങളുടെ കടമയല്ലേ, അതേ ഇഷിതാമ്മേ എന്ന് ആദ്യം പറയാണ്. രണ്ടുപേരെയും ചേർത്ത് പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ഇഷിത കേട്ടോ. എന്നിട്ട് അതിനുശേഷം പിന്നീട് കാണിക്കണത് നമ്മുടെ ലയയാണെന്നുണ്ടെങ്കിൽ മാധവിനോട് സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇരിക്കുകയായിരിക്കും. പെട്ടെന്ന് ലയക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി പോലെ വരുവാണ്. ലയ പെട്ടെന്ന് വൊമിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വേഗം തന്നെ വാഷ് ബേസിൻ്റെ അവിടെ പോയിട്ട് വൊമിറ്റ് ചെയ്യുവാട്ടോ. വൊമിറ്റ് ചെയ്തിട്ട് തലകറക്കം പോലെ ചെറുതായിട്ട് ലയക്ക് വരുന്നുണ്ട്. ലയേനെ അപ്പം തന്നെ കട്ടിലിൽ പിടിച്ച് ഇരുത്താണ് നമ്മുടെ മാധവ്. ലയ പറയുന്നുണ്ട്, എന്ത് പറ്റിയെന്ന് അറിയില്ല മാധവ്, ഇന്നലെ രാത്രി മുതൽ ചെറിയ തലകറക്കം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ പറ്റുന്നില്ല, ഭക്ഷണത്തിലെ മണം അടിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി വരുവാണ്, എന്താണെന്ന് അറിയില്ല. അത് കേട്ട് മാധവ് പറയുന്നുണ്ട്, എൻ്റെ ലയെ, നിനക്കിത് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കണേന്ന്? ലയെ, നീ ഒരു അമ്മയാവാൻ പോവാണ്. മാധവ്, നീ പറയണത് സത്യം തന്നെയായിരിക്കോ? സത്യം തന്നെയാണ്, 100% സത്യമാണ്. ഞാനും 2-3 ദിവസമായിട്ട് ഇതിൻ്റെ മാറ്റമൊക്കെ നോക്കി കാണുന്നുണ്ട്. എനിക്കും ചെറിയ സംശയമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് എന്തായാലും നിന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എന്തായാലും ദൈവം നമ്മുടെ വിളി കാത്തു. ലയ, നമുക്കും ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾക്ക് മറ്റുള്ളവരോടുള്ള ശത്രുതയും കുശുമ്പൊക്കെ മാറ്റി വെച്ചപ്പോൾ കണ്ടില്ലേ നമുക്ക് നല്ലത് നടക്കണത്. ശരിയാ മാധവ് നീ പറഞ്ഞത്, ഞാൻ അമ്മയാവാൻ പോവാണല്ലേ? അതെ, നമുക്കിനി നല്ലൊരു ഡോക്ടറെ കാണണം. ശരിയാ, നല്ലൊരു ഡോക്ടറെ കാണണം. നമുക്ക് കാണുന്ന ഡോക്ടറെ തന്നെ കണ്ടാൽ പോരെ? അതന്നെ മതി, ഇഷിത റെക്കമെൻഡ് ചെയ്ത ഡോക്ടറല്ലേ, അവരെ തന്നെ കണ്ടാൽ മതി എന്ന് ലയ പറയണം. അങ്ങനെ ഇഷിത കാണിച്ച ഡോക്ടറെ തന്നെയായിട്ട് അവർ പിന്നെയും പോയി കാണിക്കണത്. അപ്പോഴേക്കും നമ്മുടെ ലയ പ്രഗ്നൻ്റ് ആണ്, 1.5 മാസം പ്രഗ്നൻ്റ് ആണെന്ന് ഡോക്ടർ പറയാണ്. ലയക്ക് ഭയങ്കര സന്തോഷമാവാണ്. ഈ ന്യൂസ് അപ്പം തന്നെ മാധവ് നമ്മുടെ ഇഷിതേനെ വിളിച്ച് പറയുന്നുണ്ട്. ഇഷിതക്കും സന്തോഷമാവാണ്. എന്തുമാത്രം സന്തോഷമാണെന്നറിയാമോ മാധവ്, നിങ്ങൾ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ട് അത്രമാത്രം ഇത് കേട്ടിട്ട് ഞാനും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എന്ന് നമ്മുടെ ഇഷിതയും പറയാണ്. ഇഷിത അതിനുശേഷം അത് വിളിച്ച് അഷിതേനെ അറിയിക്കുന്നുണ്ട്. അഷിത, അപ്പോൾ സത്യമാണ് മോളെ, എനിക്ക് ലയനെ കാണാൻ കൊതിയായി, ഞാൻ ഇപ്പം തന്നെ അവിടേക്ക് പോവാ എന്ന് പറയാണ്. ഇതെല്ലാം തന്നെ മനസ്സിനുള്ളിൽ കേൾക്കുന്നുണ്ട് കേട്ടോ. ഈശ്വര, ലയ ഗർഭിണിയാണെന്നോ? ആഹാ, എന്നെ ഇവിടെ നിന്ന് ധിക്കരിച്ചിട്ട് പോയതാണ് അവളെ ഞാൻ ശപിച്ച് വിട്ടതാണ്, എന്നിട്ട് അവള് ഗർഭിണിയായോ? എങ്കിൽ അവളൊന്ന് പോയി കാണണമല്ലോ എന്ന് മനസ്സിന് വിചാരിക്കുകയാണ്. അഷിത പോകുന്നതിന് മുമ്പ് തന്നെ ഫ്രൂട്ട്സും കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് മനസ്സിന് ലയയുടെ മാധവ് ഇപ്പം നിൽക്കുന്ന വീട്ടിലേക്ക് പോവാട്ടോ. ബെല്ലടിക്കുമ്പോൾ ലയയാണ് വാതിൽ തുറക്കുന്നത്. ലയ ചോദിക്കേണ്ടത്, നിങ്ങളെന്തിനാ ഇവിടെ വന്നത്? മോളെ, അങ്ങനെയൊന്നും പറയല്ലേ മോളെ, നീ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. എൻ്റെ പേരക്കുട്ടിയല്ലേ നിൻ്റെ വയറ്റിൽ ജനിക്കുന്നത്, വയറ്റിലുള്ളത്, അത് പിന്നെ എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ മോളെ, അതുകൊണ്ടാണ് മോളെ കാണാൻ വേണ്ടി ഞാൻ വന്നത്. നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ, മാധവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നമാവും കേട്ടോ. മോളെ, ഞാൻ എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ട്, ശരിയാണ്, പക്ഷെ എനിക്കിപ്പോൾ നിന്നോടൊരു ശത്രുതയില്ല. നിന്റെ അടുത്ത് എന്നല്ല, ഇഷിതയുടെ അടുത്താണെങ്കിലും ആർക്കും എനിക്കൊരു ശത്രുതയില്ല. ഞാനിവിടെ നിൽക്കട്ടെ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിനോടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷെ മാധവ് അടിച്ച് തള്ളി പുറത്താക്കട്ടെ മനസ്സിനെ. എൻ്റെ പെണ്ണിൻ്റെ 7 അയലത്ത് പോലും നിങ്ങൾ വന്നു പോകരുത്, നിങ്ങളുടെ നിഴല് കാണുന്നത് ശാപമാണ്. നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിയപ്പോൾ തൊട്ട് ഞങ്ങളുടെ നല്ല ജീവിതം തുടങ്ങി. ഇപ്പോൾ ലയ പ്രഗ്നൻ്റ് ആണ്, 1.5 മാസം. ഇനി ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവാം. അത് മാത്രമല്ല, എനിക്കിവിടെ ഏറ്റവും നല്ല ബെസ്റ്റ് കമ്പനി ജോലി കിട്ടി, അറിയാവോ? ഞങ്ങൾക്കെല്ലാം നല്ലത് മാത്രം സംഭവിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞ, നല്ലവരുടെ കൂടെ കൂടിയാൽ നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ. നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിയപ്പോൾ തന്നെ നല്ലത് സംഭവിക്കാൻ തുടങ്ങി എന്നൊക്കെ മനസ്സിനെടുത്ത് പറയാണ്. മനസ്സിലുണ്ട് അവിടെ നാട്ടിൽ പുറത്താക്കാട്ടോ. മനസ്സിന് അതിൽ പ്രാന്ത് പിടിച്ച കോലത്തിലായി. പിന്നീടാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ ആദ്യം ചിപ്പിയും കൂടി പോണ സമയത്ത് പെട്ടെന്നാണ് അവിടെയൊക്കെ രചന വരുന്നത് കേട്ടോ. രചന, മോനെ ആദി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആദി രചനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. മോനെ, നിനക്ക് സുഖമല്ലേ? എന്തായാലും ആകാശങ്ങളുടെ വീട്ടിലിരിക്കണേക്കാളും പരമ സുഖമാണ് എനിക്കിപ്പോൾ. ഇപ്പം നല്ല സമാധാനമുണ്ട്, സ്നേഹം തരാൻ മാറി മാറി ആൾക്കാരുണ്ട്. എൻ്റെ ഇഷിതാമ്മ, പിന്നെ ഡാഡി, പിന്നെ അച്ചമ്മ, അച്ചാച്ചൻ, ഇഷിതാമ്മയുടെ അമ്മ, അച്ഛൻ, എല്ലാവർക്കും എൻ്റെ ഭയങ്കര കാര്യമാണ്. പിന്നെ ഞങ്ങൾക്കിപ്പോൾ സ്നേഹം കൊടുക്കാൻ ഒരു കുഞ്ഞാവേം കൂടി വന്നല്ലോ. വീട്ടിലൊന്ന് പെട്ടെന്ന് എത്തിയാൽ മതിയെന്നേ ഉള്ളൂ. കുഞ്ഞാവയുടെ മുഖം കാണാൻ കൊതിയായിട്ട് വയ്യ. എടാ, നിനക്ക് ഒരു അനിയത്തി ഉള്ളതല്ലേ, എന്നിട്ടും നിനക്ക് എന്താ ഇപ്പോഴും കുഞ്ഞാവെന്ന് പറഞ്ഞ് നടക്കണത്? അമ്മേ, എത്ര കുഞ്ഞാവകളുണ്ടായി, എത്ര അനിയന്മാരുണ്ടായാലും എത്ര അനിയത്തിമാരുണ്ടായാലും സ്നേഹമുള്ള ചേട്ടന്മാർക്ക് അതൊന്നും കൂടുതലാവില്ല. എനിക്ക് എൻ്റെ അനിയത്തിയുടെ മുഖം കാണാൻ ധൃതിയായി. ഇന്ന് ക്ലാസ് കഴിയാൻ വേണ്ടി കാത്തിരിക്കാൻ. അമ്മ ഒന്ന് മാറിക്കേ, മമ്മി ഒന്ന് മാറിക്കേ, എനിക്ക് വീട്ടിൽ പോകണം എന്ന്
പറയാണ്, മോനെ നിനക്ക് സുഖമല്ലേടാ? അതല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് സുഖമാണെന്ന്. ആ, മമ്മിക്ക് സുഖമാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ആകാശങ്ങളുടെ വീട്ടിൽ എന്തായിരിക്കും മമ്മിയുടെ അവസ്ഥ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം മമ്മിയുടെ അടുത്ത് ഞാൻ പറയാം, മമ്മി പോണത് വലിയൊരു ദുരന്തത്തിലേക്കാണ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മമ്മിക്ക് രക്ഷപ്പെടാൻ ഇനിയും ഒരുപാട് ചാൻസ് ഉണ്ട്. ഇഷിതാമ്മയും ഡാഡിയും ഇന്നലെയും കൂടി പറഞ്ഞുള്ളൂ, രചന ആകാശിന്റെ അടുത്ത് നിന്ന് മാറി വേറെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ രചനയ്ക്ക് ഒരു ജോലിയും അതുപോലെ തന്നെ നിൽക്കാൻ ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ ഒരു വാടക വീടോ എന്തെങ്കിലും എടുത്തു കൊടുക്കാന്ന്. പക്ഷെ മമ്മിക്ക് അതൊന്നും പറ്റില്ലല്ലോ. മമ്മി അവിടെ നിന്ന് കഴിഞ്ഞാൽ മമ്മിയുടെ ജീവിതം കുളം തോണ്ടും ആ ആകാശങ്ങൾ. അത്ര എനിക്ക് പറയാനുള്ളൂ. മമ്മിയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ സുമി, അവര് ജീവനോടുണ്ടോ മരിച്ചോ എന്ന് പോലും മമ്മിക്ക് പോലും അറിയില്ലല്ലോ. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് അവര് മരിച്ചു. അത് അവരെ കൊന്നത് ആരാന്നറിയാമോ? ആകാശങ്ങള്. എടാ, സുമി ഇവിടുന്ന് പോയപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചതാണ്, സുമി ഗൾഫിൽ വേറെ ആരുടെ കൂടെയോ ജീവിക്കാൻ പോവാണെന്ന്. എൻ്റെ മമ്മി അല്ലാതെ വേറെ ആരെങ്കിലും അത് വിശ്വസിക്കോ? സുമി ആൻറ്റി ഫോണിൽ കൂടി സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു മെസ്സേജ് അല്ലേ, മെസ്സേജ് ആർക്ക് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും അയക്കാം മമ്മി എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് പോവാട്ടോ. അത് കേൾക്കുമ്പോൾ രചനക്കും ആകെ വല്ലാത്ത പോലെ തോന്നുവാണ്. തിരിച്ച് വീട്ടിലെത്തിയ രചന അതിനെക്കുറിച്ച് ആകാശിനോട് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ആകാശ് പറയുന്നുണ്ട്, നിനക്ക് വേറെ പണിയൊന്നും ഇല്ല രചന, ഏത് നേരം സുമിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട്. ഇപ്പൊ ഒരുപാട് തലവേദനയാ എൻ്റെ തലയുടെ മുകളിൽ, അതിനിടക്ക് അവളുടെ ഒരു സുമി. ഈ സുമീനെ ഇവിടെ കൊണ്ടുവരാനായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞു ഇല്ലല്ലോ, നീ ആയിട്ടല്ലേ ഇവിടേക്ക് കൊണ്ടുവന്നത് സുമീന. എന്നിട്ട് അവൾ കാണാതായപ്പോൾ എന്നോട് ചോദിക്കുന്നു, അവളെ കാണാതായെങ്കിലേ നീ പോയി കൊണ്ടേ കംപ്ലൈന്റ് കൊടുക്ക്, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞിട്ട് ആകാശ് അവിടെ നിന്ന് പോവാട്ടോ. പിന്നെ ഇനി പതുക്കെ ആകാശിന്റെ തകർച്ചയാട്ടോ. ആകാശ് ഇപ്പൊ കോടീശ്വരനാണെന്നൊക്കെ പറയുന്നില്ലേ, ആകാശിന്റെ ബിസിനസ് 8 നില പൊട്ടി പോവാട്ടോ. കടത്തിന് മുകളിൽ കടം കയറിയിരിക്കുകയാണ് ആകാശ്. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ ഒളിച്ചോടി പോയേ പറ്റൂ എന്ന് ആകാശിനെ മനസ്സിലാവണം. അത് കാര്യം പോലീസ് കേസ്, പിന്നെ കടത്തിന് മുകളിൽ കടം, അത് കോടിക്കണക്കിന് കടം, വീട് ജപ്തിയാവാൻ പോകുന്നു. പിന്നെ ആകാശ് അവിടെ നിന്ന് തന്നെ നാണക്കേടുമാണ്, ആകാശ് ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അത് മനസ്സിലാക്കിയ ആകാശ് എന്താ ചെയ്യാ, രാത്രി രചനനെ മാത്രം ആ വീട്ടിൽ ഒറ്റക്കാക്കിയിട്ട് ആകാശ് അവിടെ നിന്ന് മുങ്ങുവാട്ട് ചെയ്യണത്. രാവിലെ രചന വാതിൽ തുറക്കുമ്പോൾ ഞെട്ടിപ്പോവാണ്. ബാങ്കുകാരും കടക്കാരും അതുപോലത്തെ ബിസിനസ്സുകാരൊക്കെ മുറ്റത്ത് നിരന്ന് നിൽക്കാണ്. വീട് ജപ്തി ചെയ്യാനും അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ കടങ്ങളുണ്ട്. അത് ആകാശം മാത്രം വരുത്തിച്ച കടമല്ല, രചനയും കൂടി വരുത്തി വെച്ച കടമായതുകൊണ്ട് തന്നെ രചനയും കൂടി ബാധിക്കും കേട്ടോ. അതുകൊണ്ട് ആകാശിന് കിട്ടാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ പേരിൽ ജയിലിൽ പോവേണ്ടി വരുന്നത് രചനയാണ്. രചനനെ ഇതിന് ആർക്കും രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. കാരണം അത്രക്ക് കോടിക്കണക്കിന് രൂപയുടെ കടവും കടബാധിതയാണ്. അപ്പൊ രചനക്ക് അത് വീട്ടാനും അത് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ രചനനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഭാഗമാണ് നമ്മൾ വീക്കെൻഡ് പ്രൊമോയിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഈ ആഴ്ച നമുക്ക് ക്ലൈമാക്സ് ആണെന്നാണ് പറയണത്. എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ക്ലൈമാക്സ് പ്രൊമോ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടൊന്നുമില്ല ഇതുവരെയായിട്ട്. മൺഡേ പ്രൊമോ ആണ് കാണിച്ചത്. അതിലുള്ള ഏറെക്കുറെ ഭാഗങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആകാശ് ഇവിടുന്ന് പോകുന്നു, രചന ജയിലിലാവുന്നൊക്കെ ഇതിന്റെ ക്ലൈമാക്സോട് എടുത്തിട്ട് പിന്നെ അറിഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. എന്തായാലും വീക്കെൻഡ് പ്രൊമോ വരുമ്പോഴേക്ക് ഫുൾ റിവ്യൂ ആയിട്ട് ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.